ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 66-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് പഠിക്കാനുള്ള ശ്ലോകം 67. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമ. ശ്ലോകം 67. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമസ്തവ ചുപുകമൗപമ്യരഹിതം. വാക്കുകൾ നോക്കാം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണ വത്സലതയാ ഗിരീശേന ഉദസ്തം മുഹുഹു അധരപാന ആകുലതയാ കരഗ്രാഹ്യം ശംഭോः മുഖമുഖരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമഃ തവ ചുപുകം ഔപമ്യരഹിതം. ഇതാണ് വാക്കുകൾ. ഇനി വായിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം. ഗിരീശേനഃ ഉദസ്തം ആണ്. ഗിരീശേനോദസ്തം അത് ഓകാരമായിട്ട് മാറി. അതായത് ഗിരീശേനഃ ആ വിസർഗം ഉണ്ടായിരുന്നു, അത് പോയി ഊ എന്ന സ്വരാക്ഷരം അടുത്ത് വന്നുകൊണ്ട് അത് ഓകാരമായി മാറി. ഗിരീശേനോദസ്തം. മുഹുഹു വിസർഗം പോയിട്ട് അധരം ആ വന്നതുകൊണ്ട് രകാരമായി മാറി. മുഹുര അധര പാന ആകുലതയ. മുഹുര അധര പാനം ആകുലത. ആകുലത വ്യഗ്രത. കരഗ്രാഹ്യം ശംഭോർമുഖം മുകുരവൃന്ദം. ശംഭോഹോ ശംഭുവിൻ്റെ മുഖമുകുരവൃന്ദം. ശംഭോഹോ എന്നുള്ള വിസർഗം പോയിട്ട് അവിടെ ഇർ വന്നു, മായരട്ടിച്ചു, ഇമ്മായായി. ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമഃ തവ ഭ്രൂമസ്തവ ചുപുകം ഔപമ്യരഹിതം. ചുപുകം ഔപമ്യരഹിതം. മൗ വരും അവിടെ. ഭ്രൂമസ്തവ സ്ഥാ വരും. ഇനി എങ്ങനെയാ വായിക്കുന്നതെന്ന് നോക്കാം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമഃ തവ ചുപുകമൗപമ്യരഹിതം. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. കരാഗ്രേണ, കരം എന്ന് പറഞ്ഞാൽ കയ്യ്, അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം, കയ്യുടെ അഗ്രം. സ്പൃഷ്ടം, സ്പൃഷ്ടം സ്പർശം എന്നുള്ള ക്രിയയുടെ ഒരു ഇതാണ്. സ്പൃഷ്ടം സ്പർശിക്കുക എന്നർത്ഥം. തുഹിനഗിരിണ, തുഹിനം മഞ്ഞാണ്, ഗിരി പർവ്വതാണ്. അപ്പം തുഹിനഗിരിണ മഞ്ഞു പർവ്വതത്താൽ, ഹിമവാനാൽ എന്നർത്ഥം. വത്സലതയ, വത്സലതയ വാത്സല്യത്തോടെ എന്ന്. അപ്പോൾ വാത്സല്യത്തോടെ ഹിമവാനാൽ, ഹിമവാൻ്റെ കൈയുടെ അഗ്രം കൊണ്ട് സ്പർശിക്കപ്പെട്ട എന്നർത്ഥം. ഇനി പാർട്ട് 2 ആയിട്ടെടുക്കാം. ഇതങ്ങനെ പോകുന്നില്ല.